കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിയിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമല്ലെന്ന വാദം പറഞ്ഞുകൊണ്ട് കർണാടക സർക്കാർ തെരച്ചിൽ നിർത്തിയെങ്കിലും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ് കർണാടകയിലെ അർജുന്റെ വീടും നാട്ടുകാരും. ഒരു മാസം മുൻപാണ് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്നും അർജുൻ കർണാടകയിലേക്ക് പോയത്. മണ്ണിടിച്ചിലിൽ ലോറിയടക്കം ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിലേക്ക് പതിച്ചെങ്കിലും അർജുൻ എവിടെയാണെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അർജുന് വേണ്ടിയുള്ള ദിവസങ്ങൾ നീണ്ട തെരച്ചിൽ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. പുഴയിലെ കുത്തൊഴുക്ക് കുറയാതെ തിരച്ചിൽ അസാധ്യമാണെന്നാണ് കർണാടകയുടെ നിലപാട്. എന്നാൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും കർണാടകയിലെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക ഗവർണർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം അർജുന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം വ്യക്തമാക്കിയത്. അല്ല, അതിലിപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഞാനും അവിടുത്തെ ഗവർണർ ഒന്നിച്ചാണ് ഗവർണേഴ്സ് കോൺഫറൻസിൽ അടുത്തടുത്ത രാവിലെ മുതൽ വൈകുന്നേരം ഇരുന്നത്. ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പക്ഷെ അവരുടെ ദൃഷ്ടിയിൽ അങ്ങനെ താഴെ ഉദാസീനത ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. എന്തായാലും ആ കുടുംബത്തിനും കേരളത്തിലെ ആളുകൾക്കും കുറേ കൂടി ജാഗ്രത പാലിക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ ചെന്നാൽ അദ്ദേഹം പെട്ടെന്ന് നിർദ്ദേശം കൊടുക്കാം. തൽക്കാലം നിർത്തിവെച്ചെങ്കിലും അത് പൂർത്തിയാക്കും എന്ന് ഗവർണർ ഉറപ്പ് തന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചത്. അതേസമയം ഷിരൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ച മൃതദേഹം അർജുൻ്റേതല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ണാടിക്കലിലെ കുടുംബം ഇപ്പോഴും കാത്തിരിപ്പിലാണ്. അർജുൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിനായി. ജനം, കോഴിക്കോട്.